തിങ്കളാഴ്ച മാർക്കറ്റിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുള്ള ഒരു ഡിഫൻസ് സെക്ടറിലെ മൈക്രോ ക്യാപ് സ്റ്റോക്കാണ് അപ്പോളോ മൈക്രോസിസ്റ്റം ലിമിറ്റഡ്. വെള്ളിയാഴ്ച അപ്പോളോ മൈക്രോസിസ്റ്റം 2.3% ഇടിഞ്ഞ് 115 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകിയിരുന്നു. 3500 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 61.05 ഡിവിഡൻഡ് യീൽഡ് ഫ്ലാറ്റുമാണ്. 52 വീക്ക് ലോ 87, 52 വീക്ക് ഹൈ 157. അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന സ്റ്റോക്ക് തിങ്കളാഴ്ച മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണം അപ്പോളോ മൈക്രോസിസ്റ്റം ഐഡിയൽ എക്സ്പ്ലോസീവ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സ്റ്റേക്കുകൾ 107 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇനി മുതൽ ഐഡിയൽ എക്സ്പ്ലോസീവ് ലിമിറ്റഡ് എന്ന കമ്പനി അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയായി മാറിയേക്കും. കൂടാതെ ഈ അക്വിസിഷൻ വരുന്ന 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുകയും ചെയ്യും. ഈ അക്വിസിഷനോട് കൂടി ഡിഫൻസ് എക്സ്പ്ലോസീവ് സെഗ്മെൻറ്റിലേക്ക് കൂടി അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന കമ്പനി അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന കമ്പനി ഇനി മുതൽ ടയർ 1 OEM വെപ്പൺ സപ്ലയറായി മാറാനും സാധ്യതയുണ്ട്. കമ്പനി പ്രധാനമായും വെപ്പൺ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സും വെപ്പൺ സിസ്റ്റം സൊല്യൂഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഇവിടെ ഐഡിയൽ എക്സ്പ്ലോസീവ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 100% ഓണർഷിപ്പാണ് അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന കമ്പനി അക്വയർ ചെയ്തിരിക്കുന്നത്. ഐഡിയൽ എക്സ്പ്ലോസീവ് ലിമിറ്റഡ് എന്ന കമ്പനി ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള GOCL കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ കീഴിലുള്ള ഒരു കമ്പനിയായിരുന്നു. ഇവിടെ നിന്നും ഈ കമ്പനിയുടെ 2023-24 ഫിനാൻഷ്യൽ ഇയറിലെ പെർഫോമൻസ് നോക്കിയാൽ 623 കോടി രൂപയുടെ റവന്യൂവും 10 കോടിയുടെ നെറ്റ് വർത്തും കമ്പനി ക്രിയേറ്റ് ചെയ്തിരുന്നു. ഈ അക്വിസിഷൻ വഴി അപ്പോളോ മൈക്രോസിസ്റ്റം ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് ലെവലിലേക്ക് ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോളോ മൈക്രോസിസ്റ്റം എന്ന കമ്പനി പ്രധാനമായും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഡിഫൻസ്, എയറോസ്പേസ് തുടങ്ങിയ ആപ്ലിക്കേഷന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റമാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ ലോങ് ടൈമിൽ മികച്ച റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ് അപ്പോളോ മൈക്രോസിസ്റ്റം. ഏകദേശം 1500% റിട്ടേണാണ് 5 വർഷം കൊണ്ട് സ്റ്റോക്ക് നൽകിയത്. കൂടാതെ 52 വീക്ക് ഹൈയിൽ നിന്നും മികച്ച ഡിസ്കൗണ്ടിലും സ്റ്റോക്ക് ലഭ്യമാണ്. ഇനി റീസെൻ്റ്ലിയുള്ള സ്റ്റോക്കിൻ്റെ ട്രെൻഡ് നമ്മൾ പരിശോധിച്ചാൽ 100 രൂപയുടെ സപ്പോർട്ടിനും 130 രൂപയുടെ റെസിസ്റ്റൻസിനും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെൻറ്റാണ് സ്റ്റോക്ക് പലപ്പോഴും കാഴ്ചവെക്കുന്നത്. 130 മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബ്രേക്കൗട്ട് പ്രതീക്ഷിക്കാം. ഇവിടെ നിന്നും 140, 150 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് പ്രമുഖ ഡൊമസ്റ്റിക് ബ്രോക്കേജ് കമ്പനിയായ മോത്തിലാൽ ഒസ്വാൾ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ 2 സ്റ്റോക്കുകളെക്കുറിച്ചുള്ളതാണ്. ഒന്നാമത്തേത് കല്യാൺ ജുവലേഴ്സും രണ്ടാമത്തേത് കോഫോർജും. കല്യാൺ ജുവലേഴ്സിലുള്ള മോത്തിലാൽ ഒസ്വാളിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 7.26% നിന്നും 7.56%ലേക്കും, കോഫോർജിൽ മോത്തിലാൽ ഒസ്വാളിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 9.29%ലേക്കുമാണ് ഉയർത്തിയിരിക്കുന്നത്. കല്യാൺ ജുവലേഴ്സ് എന്ന സ്റ്റോക്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഡീസൻറ്റ് അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ ഒരു മാസത്തെ പെർഫോമൻസ് നമ്മൾ പരിശോധിച്ചാൽ 13% റിട്ടേൺ സ്റ്റോക്ക് നൽകുകയും ചെയ്തു. എക്സ്ചേഞ്ച് ഡേറ്റ പ്രകാരം കല്യാൺ ജുവലേഴ്സിൻ്റെ 7,47,65,341 ഷെയറുകളാണ് കല്യാൺ ജുവലേഴ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അതായത് 7.24%. ഇവിടെ നിന്നും റീസെൻ്റ്ലി 32,52,000 ഷെയറുകൾ കൂടി അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ കല്യാൺ ജുവലേഴ്സിലുള്ള മോത്തിലാൽ ഒസ്വാളിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 7.24%-ൽ നിന്നും 7.56%ലേക്ക് ഉയർന്നു. അതുപോലെ തന്നെ കോഫോർജിലുള്ള സ്റ്റേക്ക് ഹോൾഡിംഗ് 8.34%-ൽ നിന്നും 9.6%ലേക്കാണ് ഉയർത്തിയിരിക്കുന്നത്. കല്യാൺ ജുവലേഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂവിൽ 39% വർധനവുണ്ടായിരുന്നു. കൂടാതെ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്തിൽ 21% വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. ഇയർ ടിൽ ഡേറ്റിലെ പെർഫോമൻസ് നോക്കിയാൽ സ്റ്റോക്ക് 34% ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം കല്യാൺ ജുവലേഴ്സ് മാർച്ച് ക്വാർട്ടറിൽ 25 പുതിയ സ്റ്റോറുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. കൂടാതെ ഡിജിറ്റൽ ജ്വല്ലറി ബ്രാൻഡും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യുന്നു. ഈ 3 സ്റ്റോക്കുകളെയും തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്